മൻ യഹ്ലിൽ അലൈഹി ഗദബി ഫഖദ് ഹവ. എന്താ വമൻ യഹ്ലിൽ, എന്താണ് വമൻ യഹ്ലിൽ, പിന്നെ മൻ ശർത്തിയാണ്. മൻ യഹ്ലിൽ അലൈഹി, ആരുടെ മേലാണോ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മേൽ ഇറങ്ങിയാൽ, അതാണ് വമൻ യഹ്ലിൽ അലൈഹി, ആരുടെ മേലെങ്കിലും ഇറങ്ങിയാൽ. വമൻ യഹ്ലിൽ, ആരുടെ മേലെങ്കിലും ഇറങ്ങിയാൽ, അലൈഹി എന്തിറങ്ങിയാൽ, ഗദബി, എൻ്റെ ഗദബ്, ദേഷ്യം, എൻ്റെ ദേഷ്യം ആരുടെയെങ്കിലും മേൽ ഇറങ്ങിയാൽ. ഈ മൻ എന്നുള്ളത് ഷർത്തിയാണ്, അതുകൊണ്ട് നമ്മൾ ആരുടെ മേലെങ്കിലും ഇറങ്ങിയാൽ ഫഖദ് ഹവ, ഖദ് തീർച്ചയായും, ഹവ എന്താ ഹവ, ഹവ ഹവ എന്ന് പറഞ്ഞാൽ വന്നജ്മി ഇദാ ഹവ എന്നല്ലേ, എന്താ വന്നജ്മി നക്ഷത്രമാണ് സത്യം, ഇദാ ഹവ നക്ഷത്രം അവതരിച്ചാൽ, ഇറങ്ങിയാൽ, വീണാൽ, ഹവ എന്നാണ്. അതാണ് ഒരു കവി പറഞ്ഞില്ലേ, കുല്ലിൽ ബസീരി വകാന യഹ്ദറു ഹുഫ്റതൻ ഫഹവാ ബിഹാ മൻ ദല്ലദി അഹ്വാക എന്നാണ്. ഒരു കണ്ണ് കാണുന്ന മനുഷ്യൻ, വകാന യഹ്ദറു ഹുഫ്റതൻ, യഹ്ദറു ഹുഫ്റതൻ, ഒരു കുഴി ഉണ്ടായിന്, ആ കുഴിയിൽ വീഴാതിരിക്കാൻ മുമ്പ് സൂക്ഷിച്ചാണ് നടക്കുന്നത്. പക്ഷേ ഫഹവാ ബിഹാ, സൂക്ഷിച്ചിട്ട് അയാൾ ചെയ്ത് ആ കുഴിയിലേക്ക് വീണു. മൻ ദല്ലദി അഹ്വാക, കണ്ണുണ്ട്, സൂക്ഷ്മതയുണ്ട്, കുഴിയിൽ വീഴരുത് എന്നുള്ള കരുതലുമുണ്ട്, പക്ഷെ എന്നിട്ടും കുഴിയിൽ വീണു. മൻ ദല്ലദി അഹ്വാക, ആരാണ് ആ കുഴിയിലേക്ക് നിന്നെ തള്ളിയിട്ടത്. കണ്ണ് കാണാത്തൊരു മനുഷ്യൻ ആൾക്കൂട്ടത്തിലൂടെ നടക്കുന്നു, പക്ഷെ ആരും തട്ടണില്ല മുട്ടണില്ല, കണ്ണ് കാണാതെ പോവാണ്. മയ്യഖൂദ് ഖുതാക, ആരാണ് നിന്റെ കാൽ പാദങ്ങളെ നയിക്കുന്നത്. അള്ളാഹിനെ കുറിച്ച് പറയേണ്ട കവിതയാണ്. ഏതായാലും ഹവ എന്നാണ് വീണു എന്ന്, ഹവ ഇവിടെ അതാണ് ഫഖദ് ഹവ, അവൻ വീണിരിക്കുന്നു എന്നാണ്. വമൻ യഹ്ലിൽ അലൈഹി ഗദബി, ആരുടെ മേലാണോ എൻ്റെ ഗദബ് ഭവിക്കുന്നത്, ഫഖദ് തീർച്ചയായും, ഖദ് തീർച്ചയായും, ഹവ അയാൾ വീണിരിക്കുന്നു, നിലംപരിശായി. നിലംപരിശായി നടണമെങ്കിൽ അവിടെ ഹവ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം ഷഖിയ എന്നാണ്, ദൗർഭാഗ്യവാനായി, ഭാഗ്യം കെട്ടവനായി. അല്ലെങ്കിൽ ഹവ എന്ന് പറഞ്ഞാൽ എന്താ, ആപതിച്ചു, ആപതിക്കൽ ഈ ദുനിയാവിൽ. ഹവ അതാണ്, ഹവ അറിയിക്കുന്നത് സഖത്ത, വീഴ്ചയെയാണ്, ചായ്വിനെയാണ് അറിയിക്കുന്നത്. ഹവ എന്ന് പറയുന്നത് ഇന്ന് വന്നു തന്നെയാണ്, മനസ്സിൻ്റെ ചായ്വ്, ഇച്ഛ, ഇത് തന്നെ വരുന്നത്. ഹവ ഇത് ഹവ ക്രിയയാണ്, ആ ഹവ ഇസ്മാണ്, രണ്ടും പ്രയോഗിക്കും. ഇത് ക്രിയയാണ് ഹവ. അവൻ സഖത്ത വീണു പതിച്ചു. അവസാനം ഒരു വീഴ്ച ഉണ്ട്, ഫഖദ് ഹവ. ആ വീഴ്ച കൊടുക്ക, വീഴ്ച നരകത്തിക്കാണ്. യഹ്വി ഫിന്നാരി സബഈന ഖരീഫൻ എന്നൊക്കെ പറഞ്ഞേ, യഹ്വി ഹവ, യഹ്വി ഫിന്നാർ, അവൻ നരകത്തിൽ വീഴും, സബഈന ഖരീഫൻ എന്നാണ്, 70 വർഷത്തെ ആഴ്ചയിലേക്ക് വീഴുമെന്ന് ഹവ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഏതായാലും ഇവിടെ നമുക്ക് അതിലുള്ള ചില വിഷയങ്ങൾ, റിസ്കിൽ തുഖിയാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഹ്ലു അലൈക്കും ഖദബി എന്നാണ്, അള്ളാൻ്റെ ഖദബ് വീഴും ആ മനുഷ്യൻ്റെ മേലിൽ. അള്ളാൻ്റെ ഖദബ്, കോപം, ഖദബ് എന്നുള്ളത് അവിടെ എന്താ, ഖദബ് അള്ളാൻ്റെ സിഫത്താണ് അല്ലേ, അള്ളാൻ്റെ വിശേഷണമാണ് ഖദബ് എന്നുള്ളത്. അള്ളാഹു ദേഷ്യപ്പെടും, അള്ളാഹു കോപിക്കും. ഇന്ന റബ്ബി ഖദ് ഖദിബൽ യൗമ ഖദബൻ, എൻ്റെ റബ്ബ് ഇന്ന് കോപിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള കോപം, ലം യഗ്ദബ് ഖബ്ലഹു മിസ്ലഹു വലൻ യഗ്ദബ് ബഅദഹു മിസ്ലഹു. ഇതിനു മുമ്പ് അങ്ങനെ കോപിച്ചിട്ടില്ല, ഇനിയോട്ട് കോപിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹ്ക്ക് എന്തുണ്ട്, അള്ളാഹ്ക്ക് ഖദബ് എന്നുള്ള സിഫത്തുണ്ട്, കോപിക്കുക എന്നുള്ള സിഫത്ത്. ഇന്ന റഹ്മത്തി സബഖത് ഖദബി, എൻ്റെ റഹ്മത്ത് എൻ്റെ ഖദബിനെ മികച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലേ. ഖദബ് അതിനെക്കുറിച്ച് പറഞ്ഞ അള്ളാഹിൻ്റെ സിഫത്തുൻ ഫിഅലിയത്തുൻ ഖബരിയ സമഇയ എന്നൊക്കെ പറയും. അള്ളാഹിൻ്റെ സിഫത്താണിത് ഖദബ്. എങ്ങനെയുള്ള സിഫത്ത്, ഫിഅലിയ, അള്ളാഹിൻ്റെ പ്രവൃത്തിപരമായിട്ടുള്ള സിഫത്താണ്. ഖബരിയ അത് തെളിവിൽ സ്ഥിരപ്പെട്ട, ഖബരിയ എന്നുണ്ടെങ്കിൽ പ്രമാണം, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും സ്ഥിരപ്പെട്ട അള്ളാഹിൻ്റെ സിഫത്ത് എന്ന് അതിന് പറയാം. സിഫത്തുൽ ഖദബ്, അതേപോലെ ഇനി സിഫത്തുൽ റിള വരും. ഏതായാലും പിന്നെ ഇവിടെ
പിന്നെ ഫയഹില്ല അലൈക്കും ഖദബി എന്നാണ്, അള്ളാഹിൻ്റെ ഖദബ് ഇറങ്ങും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം. റിസ്കിൽ തുകയാനുണ്ടായാൽ, റിസ്കിൽ തുകയാൻ അതിക്രമം ഉണ്ടായാൽ, ആ തുകയാൻ എന്ത് എന്നുള്ളതിൻ്റെ ചിലതാണ് നമ്മളിവിടെ എഴുതിയത്. റിസ്കിൽ തുകയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു വിഷയമാണിത്, അള്ളാഹിൻ്റെ ഖദബ്. ഒരു പിന്നെ കഥ വായിച്ചു. അതിൽ ഒരു ആപ്പിൾ വിൽക്കുന്ന ആളെ അടുത്തേക്ക് ഒരു ഉമ്മ വരികയാണ്, വയസ്സായൊരു ഉമ്മ. അപ്പോൾ ഈ ഉമ്മനെ കണ്ടപ്പോൾ വിൽക്കുന്ന ആൾക്കൊരു ആവേശം, അയാൾ എന്നെ നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ആളല്ല. അപ്പോൾ ഇമ്മ ചോദിക്കുകയാണ്, ഈ ഒരു പിന്നെ തുഫാഹല്ല ബുർത്തുക്കാൽ നാരങ്ങ ഓറഞ്ച്, അമ്മ ചോദിക്കുകയാണ് ഇത് ഹാമിദാണോ ഹൊൽവാണോ എന്ന് ചോദിക്കണം. ഹാമിദാണോ ഹൊൽവാണോ, എന്താ ഹാമിദ് പുളിയുള്ളതാണോ അതല്ല ഹൊൽവാണോ മധുരമുള്ളതാണെന്ന് ചോദിക്കണം. അപ്പോൾ ഈ കച്ചവടക്കാരനെ എങ്ങനെയാലും ഇത് ഈ ഉമ്മാൻ്റെ പെരടിയിൽ ചാമ്പണം. അത് ഉപരി എന്താ മനസ്സിലാക്കുക, പുളിയാണെങ്കിൽ ഉമ്മ എടുക്കില്ല, എന്നെ വയസ്സായ തള്ളല്ല, അതിന് പുളി പറ്റില്ല. അപ്പോൾ ഇത് ഹൊൽവാണെന്ന് പറഞ്ഞ് അതിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഉമ്മ വയസ്സായ സ്ത്രീയാണ്, പറയാണ് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ മരിയാൾ ഗർഭിണിയാണ്, അവൾക്ക് പുളിയാണ് ഇഷ്ടം ഇപ്പം, അതുകൊണ്ട് പുളിയാനില്ലാത്തത് കൊണ്ട് ഇത് വേണ്ട എൻ്റെ ഒരു പോയി എന്നാണ്. അപ്പോൾ ആ കളവവിടെ പെട്ട് പിറ്റേ ദിവസം ആ മരുവോട് വരുന്നേ, ഗർഭിണി വരുന്നേ. അപ്പോൾ ഗർഭിണി വന്നപ്പോൾ അത് പറയാണ് ഈ വൃത്തക്കാൽ ഹൊൽവാണ് ഹാമിദാണോ. അപ്പോൾ മൂപ്പര് ഭയങ്കര ഒക്കെ പറ്റിക്കലാണല്ലോ, പറയാണ് ഇത് ഹാമിദാണ്, കാരണം ഗർഭിണിയാണ്, അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, ഗർഭിണികൾക്ക് പുളിയാണ് വേണ്ടത്, അപ്പോൾ അത് ഹാമിദാണെന്നാണ്. അവർ പറഞ്ഞതാണ് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ അമ്മായിമ്മക്ക് വേണ്ടിയിട്ടാണ്, ഒരു ഹദിയായിട്ട് കൊടുക്കാനാണ്. അവർ ഇന്നലെ എനിക്ക് നല്ല പുളിയുള്ള ഓറഞ്ച് കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ അവർക്ക് ഇരുന്ന് മധുരമുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അത് കളവ് പറഞ്ഞപ്പോൾ ഇന്നലത്തെ കച്ചവടവും കൊളായി, ഇന്നത്തെ കച്ചവടവും കൊളായി. റിസ്കിൽ ബർക്കത്ത് അത് അനിവാര്യമാണ്. ആ ബർക്കത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, അത് പിന്നെ നല്ല രീതിയിൽ സമ്പാദിക്കണം, പിന്നെ അതിലെന്തുണ്ടാകാൻ പാടുള്ളതല്ല, തുകയാൻ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നാണ്. അതിലേറ്റവും തുകയാൻ വന്നിട്ട് ഏറ്റവും കടുത്തത് എന്താണ്, കടുത്തത് അള്ളാഹിൻ്റെ ഖദബ് ഇറങ്ങുക എന്നുള്ളതാണ്. ഖദബി എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹു പറയാണ് എൻ്റെ ഖദബ്. ഇത് ഖദബ എന്നാണെങ്കിൽ എന്താ, ബാക്ക് ഖദബ ഖദബി എന്നാണ്. ഖദബ് ഇസ്ലാം തങ്ങൾക്ക് ആയിഷയോട് പറയില്ല, ആയിഷ റളിയല്ലാഹു ഇന്നീല ആലമു ഇൻകുൻതി അന്നി റാദിയ വൈൻകുൻതി അലയ്യ ഖദബ എന്ന് പറയുന്നുണ്ട്. ആയിഷ നീ എന്നെക്കുറിച്ച് റാദിയത്ത് ആണെങ്കിൽ എനിക്കത് അറിയാൻ കഴിയും, നീ എൻ്റെ മേൽ ഖദബയാണെങ്കിലും എനിക്കറിയാൻ കഴിയും എന്നാണ് ആയിഷയോട് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നീ ഇൻകുൻതി അന്നി റാദിയ, എന്നെക്കുറിച്ച് നീ തൃപ്തയാണ് എങ്കിൽ എനിക്കതറിയാൻ പറ്റും. വൈൻകുൻതി അലയ്യ ഖദബ, അതല്ല നീ എന്നെക്കുറിച്ച് ഖദബയാണെങ്കിൽ, ഖദബ പറഞ്ഞാൽ എന്താ, ദേഷ്യപ്പെട്ട മൂഡിലാണെങ്കിൽ അതും എനിക്കറിയാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ചോദിക്കണം, അതെങ്ങനെ റസൂലെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ മറുപടി ആർക്കറിയാം? റാദിയത്താണ് എങ്കിൽ റബ്ബി മുഹമ്മദ് എന്ന് പറയും അല്ലേ, റബ്ബി മുഹമ്മദ് എന്ന് നിങ്ങൾ സത്യം ചെയ്യും. അതല്ല മറ്റേതാണെങ്കിലോ റബ്ബി ഇബ്രാഹിം എന്ന് പറയാം, റബ്ബി ഇബ്രാഹിം എന്ന് പറയും. ഖദബ തയ്യിബ് കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീഹി ഫയഹിൽ അലൈക്കും ഗദബി വമൻ യഹ്ലിൽ അലൈഹി ഗദബി ഫഖദ് ഹവാ. ഫഖദ് ഹവാ, ഹവാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഭാഗ്യം കെട്ടു, പിന്നെ അതേപോലെ തന്നെ നശിച്ചു, വീണു, പരാജിതനായി. അതേപോലെ തന്നെ ഹവ പിന്നെ പരലോകത്ത് അതെന്താണ്, നരകത്തിൽ പതിക്കുന്ന വിഷയമാണ്. കാക്കട്ടെ.